ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ദിവ്യ. ഞാൻ റീസെൻ്റ് ആയിട്ട് സ്കിൻ കെയർ ബേസിക്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാൻ നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ ഫാക്ടേഴ്സ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നു. അതിൽ ആദ്യമേ പറഞ്ഞ ഫാക്ടറാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ, ദാറ്റ് ഈസ് നോയിങ് യുവർ സ്കിൻ ടൈപ്പ്. നോയിങ് യുവർ സ്കിൻ ടൈപ്പിലേക്ക് വരുമ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുക എന്തൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കിൻ ടൈപ്പുകളുണ്ട്, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നിങ്ങൾക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, പ്ലസ് സ്കിൻ ടൈപ്പ് റിലേറ്റഡ് കുറച്ച് ബേസിക് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുക. സോ എന്തായാലും വീഡിയോ ഫുള്ളി കാണുക. അന്ന് പറഞ്ഞ പോലെ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. സോ എന്തായാലും നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. സോ എല്ലാവരുടെയും സ്കിൻ യുണീക്കാണ്, പക്ഷേ അതിൽ കുറച്ച് കോമൺ സ്കിൻ ടൈപ്പുകളുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കിന്നിനെ കുറച്ചുകൂടെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും, പ്രോപ്പർ കെയർ കൊടുക്കാൻ പറ്റും ബൈ പിക്കിംഗ് അപ്പ് ദ റൈറ്റ് പ്രോഡക്ട്സ്. സോ നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം സ്കിൻ കെയർ ജേർണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ഡൗട്ട് അടിച്ച് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്കിൻ ടൈപ്പ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് സ്റ്റാർട്ടാണത്. നിങ്ങൾക്ക് പിന്നെ ഇടയ്ക്ക് വെച്ച് കുറേ അബദ്ധങ്ങളൊന്നും പറ്റില്ല. നമ്മൾ സ്കിൻ ടൈപ്പ് അറിയാതെ നമ്മളൊരു സ്കിൻ കെയർ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇടയ്ക്ക് വെച്ച് നമുക്ക് കുറച്ച് അബദ്ധങ്ങൾ പറ്റാൻ ചാൻസസ് കൂടുതലുള്ളത്. സോ ഓൾവേസ് നോ യുവർ സ്കിൻ ടൈപ്പ് ബിഫോർ സ്റ്റാർട്ടിങ് എ സ്കിൻ കെയർ റൂട്ടീൻ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കിൻ ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വന്നിട്ട് ഓയിലി സ്കിൻ ടൈപ്പ്. ഈ ഓയിലി സ്കിൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിൽ ഒരു നാച്ചുറൽ മോയ്സ്ചർ ഉണ്ട്. നമ്മുടെ ഈ സെബേഷ്യസ് ഗ്ലാൻസ് നമുക്കൊരു നാച്ചുറൽ മോയ്സ്ചറിന് വേണ്ടി ഒരു ചെറിയൊരു ഓയിൽ പ്രൊഡക്ഷൻ എല്ലാവരുടെ സ്കിന്നിൽ നടക്കുന്നുണ്ട്. പക്ഷേ ആ ഓയിൽ പ്രൊഡക്ഷൻ കൂടുമ്പോഴാണ് നമുക്ക് ഓയിലി സ്കിൻ വരിക. ഈ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് ഈ ആക്നെ ഇഷ്യൂസ്, ബ്ലാക്ക് ഹെഡ്സ് ഇതൊക്കെ വരാൻ ചാൻസസ് കൂടുതലാണ്. കാരണം എക്സസ് ഓയിൽ ബിൽഡപ്പ് ആയി കഴിയുന്ന സമയത്ത് നമ്മുടെ പോഴ്സ് ഒക്കെ ഈ ഓയിൽ, ഡേർട്ട് ഇതൊക്കെ ക്ലോഗപ്പ് ആവാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ആക്നെ ഇഷ്യൂസ്, ബ്ലാക്ക് ഹെഡ്സ് ഇതൊക്കെ പെട്ടെന്ന് വരും. ഓയിലി സ്കിന്നുകാർക്കുള്ള ഒരു പ്രശ്നമാണ് അത്. സെക്കൻഡ് സ്കിൻ ടൈപ്പാണ് ഡ്രൈ സ്കിൻ. ഡ്രൈ സ്കിൻ ആണ് നമ്മുടെ സ്കിൻ ടൈപ്പുകളിൽ ഏറ്റവും മോസ്റ്റ് കോമൺ എന്ന് പറയുന്നത് ഡ്രൈ സ്കിൻ ആണ്. ഈ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഫേസ് ഒക്കെ ഭയങ്കര ഫ്ലേക്കി ആകുക, എന്താ പറയുക, സ്കിന്നൊക്കെ ഭയങ്കര വലിഞ്ഞു മുറുക, റെഡ്നെസ്, ഇറിറ്റേഷൻ ഇതൊക്കെ വരാൻ ചാൻസസ് കൂടുതലാണ് ഈ ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർക്ക്. ഇത് എങ്ങനെ വരുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം സൺ ഡാമേജ് ഒക്കെ വരുന്ന സമയത്ത് ഡ്രൈ സ്കിൻ ആവാൻ നല്ല ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർ ഒരു തിക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് നമുക്കൊരു ചെറുതായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. തേർഡ് സ്കിൻ ടൈപ്പാണ് കോമ്പിനേഷൻ സ്കിൻ. ഈ കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഡ്രൈ സ്കിന്നും ഓയിലി സ്കിന്നും ഇതിന് രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത്. ഈ കോമ്പിനേഷൻ സ്കിന്നുള്ള ആൾക്കാർക്ക് നമുക്ക് ഒരു നല്ലൊരു ക്ലെൻസർ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. കാരണം ഈ ഡ്രൈ സ്കിന്നും ഓയിലി സ്കിന്നും ഇതിന് രണ്ടിനും കൂടെ മാച്ച് ആവുന്ന ഒരു ക്ലെൻസർ വേണമല്ലോ. അതിന് കുറച്ച് ബുദ്ധിമുട്ടിയ ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് ഓൾമോസ്റ്റ് ഓൾ ദ ടൈം കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും. അപ്പോൾ കോമ്പിനേഷൻ സ്കിന്നിന് ഒരു നല്ല ക്ലെൻസറും അതുപോലെ ഒരു നല്ലൊരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം രണ്ട് ടൈപ്പിനും കൂടെ സൂട്ട് ആവുന്ന ഒരു പ്രൊഡക്റ്റ് വേണമല്ലോ. ഫോർത്ത് വണ്ണാണ് നോർമൽ സ്കിൻ. നോർമൽ സ്കിന്നെ പറ്റി എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ഇത് ഉള്ള ആൾക്കാർ ഭയങ്കര ലക്കിയാണ്. കാരണം ഒരു ഇഷ്യൂസും ഉണ്ടാവില്ല. എന്ത് പ്രൊഡക്ട്സ് അവർക്ക് യൂസ് ചെയ്യാം. ഈ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് റിയാക്ഷൻസ് ഒന്നും അധികം ഉണ്ടാവാറില്ല. ആൻഡ് ഫിഫ്ത്ത് വണ്ണാണ് സെൻസിറ്റീവ് സ്കിൻ. ഈ സെൻസിറ്റീവ് സ്കിന്നാണ് ഇച്ചിരി കുഴപ്പം പിടിച്ച സ്കിൻ ടൈപ്പ്. കാരണം ഭയങ്കര റെഡ്നെസ്, ഇറിറ്റേഷൻ, ഇച്ചിങ്, ആക്നേഷ്യൻസ് ഒക്കെ ഭയങ്കര കൂടുതലായിട്ട് വരിക. ഇതൊക്കെ ഒരു സെൻസിറ്റീവ് സ്കിൻ ടൈപ്പിൻ്റെ ഭാഗമാണ്. കാരണം ഇപ്പം നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര റിയാക്ഷൻസ് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഫ്രേഗ്രൻസ് ഉള്ള പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ അലർജിക് റിയാക്ഷൻസ് ഒക്കെ വരില്ലേ, അതൊക്കെ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പിൻ്റെ ഭാഗമാണ്. അതുള്ള ആൾക്കാർ കുറച്ച് കഷ്ടപ്പെടും നമ്മുടെ സ്കിൻ ജസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. ആൻഡ് ഈ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർ എന്തായാലും എവറിഡേ നല്ലൊരു ക്ലെൻസർ, മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സ്കിൻ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ട്രീറ്റ് യുവർ സ്കിൻ ബെറ്റർ. ഓക്കെ, അങ്ങനെ നമുക്ക് നമ്മുടെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം, വിച്ച് ഇസ് ഐഡൻറ്റിഫൈയിങ് യുവർ സ്കിൻ ടൈപ്പ്. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് നിങ്ങളുടെ ഫേസ് ഒരു ജെൻറ്റിൽ ക്ലെൻസർ വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. പക്ഷേ നിങ്ങൾ ഈ ചൂസ് ചെയ്യുന്ന ക്ലെൻസർ ഇതിൽ ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യും. കാരണം നിങ്ങളിപ്പോൾ ജെൻറ്റിൽ അല്ലാത്തൊരു ഹാർഷ് ക്ലെൻസറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ സ്കിൻ ആ ക്ലെൻസർ കാരണം നിങ്ങളുടെ സ്കിൻ കുറച്ച് നേരത്തേക്ക് ഡ്രൈ ആവാൻ ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് ഈ ടെസ്റ്റിന് വേണ്ടി ഒരു ജെൻറ്റിൽ ക്ലെൻസർ തന്നെ യൂസ് ചെയ്യുക. ജെൻറ്റിൽ ക്ലെൻസർ വെച്ചിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക. എന്നിട്ട് നല്ലൊരു ടിഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഫേസ് ഒന്ന് പാറ്ററൈ ചെയ്തിട്ട് ഒരു 1 hour പ്രൊഡക്റ്റ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, എ സിയിലായിരിക്കരുത്. കാരണം എ സി റൂമിലാണ് നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിൻ ടൈപ്പിനെ ആ ഒരു ടൈമിൽ നമ്മുടെ സ്കിൻ ടൈപ്പ് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പം എ സി റൂമിലല്ലാണ്ട് ഒരു 1 hour ഫേസ് ഒക്കെ വാഷ് ചെയ്ത് പ്രൊഡക്റ്റ് ഒന്നും അപ്ലൈ ചെയ്യാണ്ടിരിക്കുക. ആഫ്റ്റർ 1 hour നിങ്ങൾക്ക് കണ്ടും മനസ്സിലാക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ യൂസ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഈ ബട്ടർ പേപ്പർ ഒക്കെ ഇല്ലേ, ഈ കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ബട്ടർ പേപ്പർ, അതല്ല ടിഷ്യൂ യൂസ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അറിയാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ടിഷ്യൂ എടുക്കുക, എന്നിട്ട് നിങ്ങളുടെ നെറ്റിയിലും കവിളത്തും വെച്ച് നോക്കുക. അപ്പം എല്ലായിടത്തും ഓയിലി ആയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന സമയത്ത് ഭയങ്കര തിളക്കം, ഗ്ലോയി ഒക്കെ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഓയിലി സ്കിൻ ടൈപ്പാണ്. ഈ ഓയിലി സ്കിൻ ടൈപ്പുള്ള ആൾക്കാർ നമ്മുടെ ഈ സാലിസിലിക് ആസിഡ് ഒക്കെ ഉള്ള പ്രൊഡക്ട്സ് ഇല്ലേ, അതൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആക്നെ കാര്യങ്ങളൊന്നും വരില്ല. കാരണം അതൊക്കെ യൂസ് ചെയ്താൽ ഒരു എക്സസ് ഓയിൽ പ്രൊഡക്ഷൻ ഒരു സൊല്യൂഷനാണത്.
അതല്ല, ടിഷ്യൂ നിങ്ങളുടെ ചീക്സിൻ്റെ 2 സൈഡിലും നെറ്റിൻ്റെ അവിടെ വെച്ച് നോക്കുമ്പോഴും ടിഷ്യൂവിൽ വലിയതായിട്ടൊന്നും അറിയാനില്ല, നിങ്ങൾക്ക് കാണുമ്പോഴും അറിയാനില്ല. അപ്പം നിങ്ങളുടെ സ്കിന്ന് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് വലിഞ്ഞിരിക്കുക, ഈ പോർഷൻസിലൊക്കെ ഭയങ്കര ഫ്ലേക്കി ആയിട്ടിരിക്കുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈ സ്കിന്നുകാരാണ്. ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ ഈ ഹൈലറോണിക് ആസിഡ്, സെറമൈഡ്സ് ഇതൊക്കെ ഉള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോസ് ആയി പോയ മോയ്സ്ചറൊക്കെ ഒന്ന് റീപ്ലണിഷ് ചെയ്തെടുക്കാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ഹൈഡ്രേറ്റിംഗ് ആക്റ്റീവാണ്. അത് ഭയങ്കര നല്ലതായിരിക്കും നിങ്ങളുടെ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക്. അതല്ല, നിങ്ങൾ ടിഷ്യൂ നെറ്റിൽ വെച്ചപ്പോൾ മാത്രമാണ് ഓയിലി വരിക, നിങ്ങളുടെ ചീക്സിൻ്റെ അവിടെ ഓയിലി പോർഷൻസ് ഒന്നുമില്ല, ബട്ട് നിങ്ങളുടെ മൗത്തിൻ്റെ ഏരിയയിൽ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കോമ്പിനേഷൻ സ്കിന്നാണ്. കാരണം നമ്മുടെ T സോണിൽ, ഇതാണ് നമ്മുടെ T സോൺ, നമ്മുടെ നെറ്റിയും നമ്മുടെ ഈ മൂക്കിൻ്റെ ഈ പോർഷനും, ഈ T സോണിൽ മാത്രമാണ് ഓയിലി വരിക. ബാക്കി ഈ പോർഷൻസ് എല്ലാം ഡ്രൈ ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ കോമ്പിനേഷൻ സ്കിന്നാണ്. അതല്ല, ഫേസ് മൊത്തം റെഡായി നിങ്ങൾക്ക് ഇച്ചിനെസ് ഒക്കെ വരുന്നുണ്ട്, ഒരു ഇറിറ്റേഷൻ പോലെ ഫീൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ സെൻസിറ്റീവ് സ്കിന്നാണ്. ഇതൊന്നുമല്ല, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഭയങ്കര സേഫാണ്, നിങ്ങൾക്ക് ഡ്രൈനെസ്സും ഇല്ല, വലിഞ്ഞു മുറുങ്ങുന്നില്ല, നിങ്ങൾ ഭയങ്കര ഓക്കെയാണ്, ഓയിൽനെസ് ഇല്ല, ഒന്നുമില്ല, ഭയങ്കര നല്ല നോർമലായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നോർമൽ സ്കിൻ, യു ആർ ലക്കി. ഓക്കെ, സോ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ എനിവേസ്, നിങ്ങൾ ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്തായാലും സ്കിൻ ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് സ്കിൻ കെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുക. ഓൾസോ വൺസ് നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന വെച്ചിട്ട് ലൈഫ് ലോങ് അതായിരിക്കില്ല നിങ്ങളുടെ സ്കിൻ ടൈപ്പ്, അത് മാറാൻ ചാൻസസ് ഉണ്ട്. നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ഏജ്, ഈ സീസൺ വൈസ്, വിൻ്റർ, സമ്മർ, ഇതുപോലെ സീസൺ വൈസ്, നമ്മൾ വീടിനകത്താണോ പുറത്താണോ, പൊല്യൂഷൻ, സ്മോക്കിംഗ്, ഇതൊക്കെ കാരണം നമ്മുടെ സ്കിൻ ടൈപ്പ് വേരി ചെയ്യാൻ നല്ല ചാൻസസ് ഉണ്ട്. എനിക്ക് എൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കോമൺലി എനിക്ക് കോമ്പിനേഷൻ സ്കിന്നാണ്, പക്ഷേ വിൻ്റർ ടൈമിലൊക്കെ എനിക്ക് ഡ്രൈ സ്കിൻ വരാൻ ചാൻസസ് ഉണ്ട്. ആ സമയത്ത് ഞാൻ ഡ്രൈ സ്കിന്നിന് വേണ്ട പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുക. പിന്നെ തിരിച്ച് വിൻ്റർ സീസൺ മാറി കഴിയുമ്പോൾ എനിക്ക് ബാക്ക് ടു കോമ്പിനേഷൻ സ്കിന്നിലേക്ക് വരും. സോ മേജർലി എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്, പക്ഷേ ഈ സീസൺ വൈസ് എൻ്റെ സ്കിൻ ചേഞ്ച് ചെയ്യും. അതുപോലെ നിങ്ങളുടെ സ്കിന്നും നിങ്ങൾ വൺസ് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ട് അത് എപ്പോഴും ആ ഒരേ സ്കിൻ ടൈപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ഹെൽത്ത്, ഏജ്, ഇതൊക്കെ ഭയങ്കര ഫാക്ടറിയും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് വേരി ചെയ്യാൻ ചാൻസസ് ഉണ്ട്. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു നോ വെൻ യുവർ സ്കിൻ ഇസ് ചേഞ്ചിങ്, അത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക, ആൻഡ് നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീൻ അക്കോർഡിംഗ്ലി എങ്ങനെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം, അത് അറിഞ്ഞിരിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഓൾവേസ് റിമെമ്പർ, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കില്ല, അത് വേരി ചെയ്യാൻ ചാൻസസ് ഉണ്ട്, ആൻഡ് അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് എപ്പോഴും യൂസ് ചെയ്യാം. സോ മേക്ക് ഷുവർ അഗൈൻ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞതിന് ശേഷം മാത്രം സ്കിൻ കെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സ്കിന്നിന് കിട്ടുന്ന ഒരു ഇനീഷ്യൽ പ്രോപ്പർ കെയർ ആയിരിക്കും. നിങ്ങളുടെ സ്കിൻ കെയർ ജേർണീനെ നന്നായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. സോ പ്ലീസ് ഐഡൻറ്റിഫൈ യുവർ സ്കിൻ ടൈപ്പ് ബിഫോർ സ്റ്റാർട്ടിങ് എ സ്കിൻ കെയർ റൂട്ടീൻ. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അണ്ടിൽ നെക്സ്റ്റ് ടൈം, സ്റ്റേ ഓസം, ബൈ.